അങ്ങനെ തന്റെ കരിയറിലെ രണ്ടാമത്തെ തവണ റോമൻ റെയിൻസ് റോയൽ റംബിൾ വിജയിച്ചിരിക്കുന്നു. അത് ഗൈസ്, ഒരുപാട് സർപ്രൈസുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്ന റോയൽ റംബിൾ 2026 വിജയമായിരിക്കുന്നത് റോമൻ റെയിൻസ് ആണ്. നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ് ജെറിക്കോയുടെയും ഫിൻ ബാലറിന്റെയും സർപ്രൈസുകളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അതിന് പകരമായിട്ട് മറ്റു ചില ചെറിയ സർപ്രൈസുകളായിരുന്നു ഈ ഒരു മാച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത്. മാച്ചിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഒബാഫെമിയുടേതാണ്. ഒബാഫെമി ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. 2020 ബ്രോക്ക് ലെസ്നർ എങ്ങനെയായിരുന്നു റോയൽ റംബിൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അതേ രീതിയിലായിരുന്നു ഓബാഫെമി മത്സരിച്ചത്. ആ ഓബയെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് തന്നെയായിരുന്നു. ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ബ്രോക്ക് ലെസ്നറിനെ എലിമിനേറ്റ് ചെയ്ത സമയത്ത് ജെയുസോയുടെ മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രോക്ക് ലെസ്നറിനെ എലിമിനേറ്റ് ചെയ്തത് ഒരു വലിയ കാര്യമായിട്ടൊന്നും തന്നെയല്ല അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യം, ജെയുസോയുടെ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് റോമൻ റെയിൻസ് പോയി ജെയുസോയുടെ ചെകിട്ടത്ത് ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഫോറിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ലോഗൻ പോൾ, റാൻഡി ഓർട്ടൺ, ഗുന്തർ, റോമൻ റെയിൻസ് എന്നിവർ 4 പേരുമായിരുന്നു. അതിൽ ലോഗൻ പോളിനെ ഒരു സൂപ്പർമാൻ പഞ്ച് കൊടുത്തുകൊണ്ട് റോമൻ എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. തിരിഞ്ഞു നിന്നപ്പോഴേക്കും റാൻഡിയുടെ വക ഒരു ആർകെയോ കിട്ടുകയുണ്ടായി. ആർകെയോ കൊടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന റാൻഡിയെ ഗുന്തർ എടുത്ത് എലിമിനേറ്റ് ചെയ്തു. അവസാനം റോമനും ഗുന്തറും മാത്രം റിംഗിൽ. ഗുന്തർ 3 തവണ സ്ലീപ്പർ ഹോൾഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വിട്ട് വെരിഞ്ഞുകൊണ്ട് റോമൻ റെയിൻസ് ഒരു 1.5 സ്പിയർ കൊടുത്തുകൊണ്ട് ഗുന്തറിനെ എലിമിനേറ്റ് ചെയ്ത് വിന്നറായി മാറിയിരിക്കുന്നു. എന്തായാലും ഫാൻസ് ഇത്രത്തോളം പവറായിട്ട് നിൽക്കുന്ന സമയത്ത് റോമന് ഒരു വിജയം കൂടി കൊടുത്തതിൽ വളരെയധികം അടിപൊളിയായി.